ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു പർച്ചേസിങ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കുറേ വീഡിയോ എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തത് ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി മസ്കറ്റിലോട്ട് പോവുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ ട്രാവലിംഗ് കഴിഞ്ഞ് നമ്മൾ മസ്കറ്റിൽ മാൾ ഓഫ് ഒമാൻ എന്ന് പറഞ്ഞ വലിയൊരു ഷോപ്പിംഗ് മാളാണ്. അവിടെ എത്തി. അവിടെ തന്നെ ഒരുപാട് ഷോപ്പുണ്ട്. അതിനകത്ത് കാരിഫോറും അങ്ങനെ കുറേ ഷോപ്പുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം കയറിയത് കാരിഫോറിലാണ് കേട്ടോ. എല്ലാം ഒന്നും വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ടിട്ടില്ല, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പം ഇത് നട്ട്സ് ഡേറ്റ്സിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ അവിടെയൊക്കെ നടന്ന് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞല്ലോ എല്ലാം വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്തൊക്കെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നട്ട്സൊക്കെ മേടിച്ചു, ഡേറ്റ്സ് മേടിച്ചു, പിന്നെ സീഡ്സ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അത്തറിൻ്റെ ഒരു സെക്ഷനാണ്. ഇതെല്ലാം വില കൂടിയ അത്തറുകളാണ് കേട്ടോ. അത് അത്തറിൻ്റെ ഒരു സെക്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ അത്തറൊന്നും വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ ഏഞ്ചൽ ടോയ് നോക്കുന്നുണ്ട്. 1-2 ടോയ് വാങ്ങിച്ചു. അവിടെ ചെന്നാലും ടോയ് വാങ്ങിക്കും. 2 ടോയ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വെജിറ്റബിൾ ഫ്രൂട്ട്സും ഒക്കെയാണ്. ഇത് ഓർഗാനിക്കായിട്ടുള്ളതാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓർഗാനിക് സെക്ഷനാണ് ഇത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുമ്പുള്ള വീഡിയോ ആണെന്ന് പറയാം. അപ്പം അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് അത്യാവശ്യം സാധനങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ അതിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഓർഗാനിക്കാണ്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ വാങ്ങിച്ചു. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. വലിയ വിലയൊന്നുമില്ല, കുറേ ലാഭമുണ്ട് മേടിക്കാൻ കേട്ടോ. ഇത് മാൾ ഓഫ് ഒമാനിലെ കാരിഫോറിൽ നിന്നാണ് ഇപ്പം കാണുന്ന വീഡിയോ. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസമൊക്കെ വേണം നമുക്കിത് നോക്കി എല്ലാ ഷോപ്പിലും കയറി സാധനം. ഇത് ചീസ് ഉപ്പിലിട്ടത് അങ്ങനെ ഒക്കെയുള്ള സെക്ഷനാണ്. കുറച്ച് ചീസും കുറച്ച് ഒലീവ്സ് ഒക്കെ മേടിച്ചു. ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, അതും കുറച്ച് വാങ്ങിച്ചു. സ്വീറ്റ് പൊട്ടറ്റോ നമ്മുടെ മധുരക്കിഴങ്ങ്. പിന്നെ ഇതൊക്കെ വെജിറ്റബിളിൻ്റെ മത്തങ്ങയും വാങ്ങിച്ചിട്ടുണ്ട്. മത്തങ്ങ നല്ല ടേസ്റ്റായത് കേട്ടോ. നല്ല മത്തങ്ങയാണ് ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ വെജിറ്റബിൾസും കുറേ ഇലവർഗ്ഗങ്ങൾ, ഇത് ചീരയുണ്ട്, പിന്നെ നമ്മുടെ സാലഡ് ഇലകളുണ്ട്. അങ്ങനെ കുറേ ഇല നമുക്ക് പേരറിയാത്തൊക്കെ ഉണ്ട്. ഇത് ഫിഷിൻ്റെ സെക്ഷനാണ്. കുറേ വലിയ ഒരു ഐസ് ബോക്സ് കണക്ക് സെപ്പറേറ്റായിട്ട് കുറേ മീനുകളിങ്ങനെ അവരിട്ടിട്ടുണ്ട്. അതിൽ ക്ലീൻ ചെയ്തതുണ്ട്, ചെമ്മീനുണ്ട്, ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ. അപ്പം ഇത് കട്ട് ചെയ്ത കേരച്ചൂരയാണെന്ന് തോന്നുന്നു. ഇപ്പം അതിനൊക്കെ ഒരുവിധം നല്ല റേറ്റുണ്ട്. പിന്നെ കട്ട് ചെയ്യാത്ത മീനുണ്ട്. പിന്നെ അതിനോട് കൂടെ തന്നെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ്. നമുക്ക് ഈ ഫിഷിൻ്റെ അതിനോട് ചേർന്ന് ഈ അക്വേറിയം കാണുമ്പോൾ നമുക്കൊരു ഒറിജിനാലിറ്റി തോന്നും. വലിയൊരു അക്വേറിയമാണ് കേട്ടോ. അങ്ങനെ ചിലത് മീനൊക്കെ നല്ല വിലയുള്ളതുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ചെമ്മീൻ വാങ്ങിച്ചായിരുന്നു. 2 കിലോ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പർച്ചേസിങ്ങിൻ്റെ കുറച്ച് വീഡിയോ എടുത്തോളൂ. പിന്നെ അപ്പോഴത്തേക്കാണ് ഉച്ചയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് അവിടെ തന്നെ ഉണ്ട്. ചിക്കൻ കറി, ഫ്രൈഡ് ചിക്കനും ഏഞ്ചൽ ചിക്കൻ റൈസുമാണ് എടുത്തത് വാങ്ങിച്ചങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെന്താ, അങ്ങനെ കുറേ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മാത്രമേ ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളൂ. ഞങ്ങൾ രാവിലെ ഒരു 9 മണി തൊട്ട് 2 മണി വരെ അവിടെ പർച്ചേസിങ്ങിന് അവിടെ ഷോപ്പിംഗ് മാളിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ചിക്കനൊക്കെ കഴിച്ചു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി വന്നിട്ട് വീട്ടിലോട്ട് പോയപ്പോൾ തന്നെ വൈകുന്നേരമായി. വീട്ടിലെത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു വലിയ മലയുടെ അടിയിലുള്ള തണലെന്ന് പറയത്തില്ലേ, അതാണ്. അപ്പോൾ അത് ഒരു 2 എണ്ണം ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ, വണ്ടി ഇങ്ങനെ പോകുന്നതായിട്ട്. ഇപ്പോൾ മോനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിങ്ങനെ വെക്കും. വരാൻ നേരം എല്ലാം കൂടെ പറക്കിയൊക്കെ നോക്കുമ്പോൾ വെയിറ്റ് ആയിരിക്കും. പിന്നെ ഞങ്ങൾ ഏഞ്ചൽ സ്കൂൾ തുറന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, ടിക്കറ്റ് ചാർജ് റേറ്റ് കൂടുതലായിരുന്നു. എന്നാലും റേറ്റ് കൂടിയ ടിക്കറ്റ് തന്നെ എടുത്താണ് വന്നത് കേട്ടോ. ഇപ്പം നാട്ടിൽ വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്.
അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ മേടിച്ചതാണ്. നമ്മുടെ നാരങ്ങ, തക്കാളി, നാരങ്ങ വലിയ നാരങ്ങയാണ് ഇവിടുത്തെ കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളെ മേടിച്ചോളൂ, കാരണം ഞങ്ങൾ പോകാറായല്ലോ. പിന്നെ മാമ്പഴം 2 സൈസ് മാമ്പഴം വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇത് ഗ്രീൻ ആപ്പിൾ മേടിച്ചു. പിന്നെ ഗ്രീൻ ആപ്പിളൊക്കെ നല്ല ഫ്രഷ് ആപ്പിളാണ്, നമുക്കിവിടെ എല്ലാം കിട്ടുന്ന ഫ്രഷാണ്. പിന്നെ റെഡ് ആപ്പിളും വാങ്ങിച്ചു. പിന്നെ മാങ്ങ തന്നെ 2 തരം മേടിച്ചു. പിന്നെ ഓറഞ്ച്, പിന്നെ നമ്മുടെ പഴം, റോബസ്റ്റ പഴം. പിന്നെ ഇത് മേടിച്ചു 2 സൈസ് മാങ്ങ ഞാൻ പറഞ്ഞു. ഒന്ന് തായ്ലാൻഡ് മാങ്ങായും ഒന്ന് ഇന്ത്യൻ മാങ്ങ. ഇത് തായ്ലാൻഡ് മാങ്ങ എന്ന് തോന്നുന്നു, വലിയ മാങ്ങ. ഇത് 4 എണ്ണമൊക്കെ എടുത്തപ്പോൾ 2 കിലോ വെയിറ്റ് വന്നു. അപ്പം കട്ട് ചെയ്ത് നോക്കിയില്ല. പിന്നെ മത്തങ്ങ എപ്പോഴും നമ്മൾ നല്ല നല്ല ടേസ്റ്റാണ് ഈ മത്തങ്ങയ്ക്ക് കേട്ടോ. ഇവിടുത്തെ എപ്പോഴും ഞാൻ വാങ്ങിക്കുക. എന്നിട്ട് പയറൊക്കെ ഇട്ട് ഇങ്ങനെ കറി വെക്കുമ്പോൾ ഇഷ്ടമാണ് പിള്ളേർക്ക്. പിന്നെ തേങ്ങ വാങ്ങിച്ച്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ പോകാറായല്ലോ. അങ്ങനെ അന്നെടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഇതിപ്പം കിച്ചണിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൊരെണ്ണം ഈ ചെറി ടൊമാറ്റോ എന്നും പറഞ്ഞ് കണ്ടപ്പോൾ അത് നമ്മൾ ആദ്യമായിട്ട് കാണും. അങ്ങനെ ഒരു ബോക്സ് ഏഞ്ചൽ എടുത്തതാണ്. പക്ഷെ അത് റേറ്റ് കൂടുതലാണ്. നല്ല കട്ടിയാണ്, നല്ല മധുരമാണ് കേട്ടോ. അതിനകത്ത് എൻ്റെ പേര് എഴുതിയേക്കുന്നത് പിന്നെ ടൊമാറ്റോ എന്നാണ്, ചെറി ടൊമാറ്റോ, ടൊമാറ്റോ ചെറി അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. റേറ്റും കൂടുതലാണ്. അങ്ങനെ അത് നമുക്ക് സാലഡിനൊക്കെ വേണമെങ്കിലും ഇടാം. പിന്നെ ഒരു കോളിഫ്ലവർ എടുത്ത്, പിന്നെ ബ്രോക്കോളിൻ്റെ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവറിനൊന്നും ഒരു വലിയ വിലയൊന്നുമില്ല, നല്ല ഫ്രഷ് സാധനമാണ്. നമുക്ക് ബജ്ജി ഉണ്ടാക്കാം, പിന്നെ അങ്ങനെ കുറുമയൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇത് സാലഡിനൊക്കെ ഇടാൻ പറ്റുന്ന അതാണ് ബ്രോക്കോളി. പിന്നെ നമുക്ക് സ്റ്റൂ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയ വിലയൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെന്താണ്, അത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ബ്രോക്കോളി. പിന്നെ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അതുകൂടെ കാണിച്ചു തരാം ഞാൻ. കുറേ സാധനങ്ങളെന്ന് പറയുമ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ മേടിച്ച് വെച്ചാൽ, ഇപ്പോൾ പർച്ചേസിങ്ങിന് പോയപ്പോൾ ടോയ് വാങ്ങിച്ചു. പിന്നെ ക്രീം, സോപ്പുകൾ, പിന്നെ ടവൽസ്, പിന്നെ ഓവന്, ബേക്കിംഗ് പാത്രം, ടാങ്ക്, പിന്നെ ബോഡി ലോഷൻ, എയർ സ്പ്രേ, പിന്നെ മിഠായികൾ, ഒരു ബോക്സ് പെൻ വാങ്ങിച്ചു. പിന്നെ അങ്ങനെ പിന്നെ ഒരു ടോർച്ചു, കാണുന്ന എന്തെങ്കിലും, പിന്നെ മിഠായി, കുറച്ച് സാധനമൊക്കെ, നട്ട്സ്. നമ്മളിപ്പോൾ ഇങ്ങനെ എപ്പോൾ പോയാലും കുറേ സാധനങ്ങൾ മേടിച്ചാലും പിന്നെ അതങ്ങ് നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ തികയത്തില്ലല്ലോ. അപ്പം പിന്നെ കൊക്കോ പൗഡർ എടുത്ത നല്ല കൊക്കോ പൗഡർ, അതുകൊണ്ട് ഞാൻ 2 ബോട്ടിൽ കൊക്കോ പൗഡർ മേടിച്ചിട്ട് ഹണി, അതും നല്ലതായതുകൊണ്ട് ഹണി വാങ്ങിച്ചു. പിന്നെ നട്ട്സ്, അങ്ങനെ കുറേ സാധനം. പിന്നെ ഏഞ്ചലൊരു ബാറ്റർ ബോട്ടിൽ, ഒരു ടിഫിൻ ബോക്സും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ കുറേ തലയിൽ കുത്തി ക്രീം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സ്പ്രേകൾ, പിന്നെന്താ അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ നേരത്തെയൊക്കെ മേടിച്ച് അവിടെയൊക്കെ ഇരിപ്പുണ്ട്. നമ്മളെല്ലാം പ്രവാസികൾ അങ്ങനെയാണ്, നാട്ടിലോട്ട് വന്ന് വൈപ്സ് വാങ്ങിച്ച് അതും ഇതുമെല്ലാം പറക്കി വെക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റാവും. ഞങ്ങൾ തന്നെ ഒമാൻ എയറിൻ്റെ ടിക്കറ്റ് എടുത്താൽ പിന്നെ റേറ്റ് കൂടുതലായിരുന്നു. ചെരുപ്പുകൾ, വീട്ടിലിടുന്ന സിപ്പർ, പിന്നെ ബനിയന്, ടീഷർട്ട്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ ഒലിവ് ഓയിലിൻ്റെ 5 ലിറ്ററിൻ്റെ, അത് മിക്കവാറും നമ്മൾ നാട്ടിൽ കൊണ്ടുപോകാൻ വാങ്ങിക്കും കേട്ടോ. നാട്ടിൽ ഭയങ്കര വിലയാണല്ലോ, ഇവിടെ അത്ര വിലയില്ല. അത് വാങ്ങിച്ചിട്ടുണ്ട് നാട്ടിൽ കൊണ്ടുപോകാൻ. പിന്നെ ഒരു എയർ ഫ്രയർ നാട്ടിൽ കൊണ്ടുപോകാൻ വാങ്ങിച്ചു. നമുക്ക് ഇവിടെ നമുക്കുണ്ട്. പിന്നെ അത് അത്യാവശ്യം നമുക്ക് നല്ല ഉപയോഗം ഉള്ളതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചതാണ് കേട്ടോ. ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ കോഫി പൗഡർ മേടിച്ചു. തേയില, ടീ ബാഗും അല്ലാതുള്ളതും മേടിച്ചു. ലൂസ് തേയില വാങ്ങിച്ചു. ടീ ബാഗൊക്കെ എപ്പോഴും നമ്മൾ കൊണ്ടുപോകണം. മിൽക്ക് പൗഡർ, ലിഡോയും അതും മേടിച്ചു. അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചപ്പോൾ ഞങ്ങളുടെ പർച്ചേസിങ് വീഡിയോ ആണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും കാണുക.